കോഴിക്കോട് മലാപ്പറമ്പ് പ്രൊവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും ലഭിക്കുന്നില്ല എന്ന് പരാതി. ഭക്ഷണം ലഭിക്കാതെ കുട്ടികൾ കരയുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് ദുരിതബാധിതർ പറയുന്നത്. ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക്. ഭക്ഷണമാണ് ഭയങ്കര ദയനീയാവസ്ഥ. ഭക്ഷണം ഞങ്ങൾ വീടുകളിൽ വരെ സമൃദ്ധമായൊന്നും ഭക്ഷണം വേണ്ട, ഉള്ളതൊന്ന് നല്ലൊരു ഇതിൽ തന്നാൽ മതി. ഞങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ പല സൂക്കേടുകാരും ഉണ്ട്, അവർക്കുള്ള ഒരു ഒരു നല്ലൊരു ഭക്ഷണമാണ്. നമ്മൾ സുഖവാസത്തിന് വരുന്നതല്ല, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ വരുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളുകൾക്ക്, കാരണം ഞങ്ങൾ ഈ ക്യാമ്പുകളിലൊക്കെ നേരത്തെ നിന്നതാണ്, പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം ആയിക്കോട്ടെ, എന്ത് സാധനം. പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞ പോലെ പുട്ടാണോ ഉപ്പുമാവാണോ എന്ന് അറിയാത്തത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. രാത്രിയിൽ കറി കിട്ടാതെ ഇവിടെ പ്രതികരിച്ചപ്പോഴാണ് ഇന്നിപ്പോൾ രാവിലേക്ക് ഒരു ഉപ്പുമാവിൻ്റെ കൂടെ ഒരു പഴവും കൂടി തരാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. നമുക്ക് ഭക്ഷണം ഇല്ലായിട്ടല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഒരു മനുഷ്യന് ഒരു ശരാശരി ഭക്ഷണം വേണമല്ലോ, അത് നമുക്ക് ഇവിടെ നിന്നില്ല. മൃഗങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, മാനസികമായും സ്ത്രീ പറഞ്ഞതുപോലെ മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദുരന്ത ഭൂമിയിൽ നിന്ന് വന്നവരാണ്. ദുരിതം പക്ഷേ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവർക്ക് ആ മണ്ണിലേക്ക് തിരികെ പോകണം. പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസം നൽകേണ്ടത് അധികൃതരാണ്. പക്ഷേ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കഷ്ടമാണ് അനഘ. അതായത് സുഖവാസത്തിന് വന്നവരല്ല എന്ന ബോധ്യം അവർക്കുമുണ്ട്. പക്ഷേ മരുന്ന് കഴിക്കുന്ന ഒരുപാട് രോഗികളൊക്കെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒപ്പം തന്നെ എന്താണ് അവിടെ ഈ അധികാരികൾ, MLA അടക്കമുള്ളവർ ഉള്ളതാണല്ലോ, ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ള സാഹചര്യമാണോ? തീർച്ചയായും രാഖി, അതായത് ഈ കോഴിക്കോട് കണ്ണാടിക്കൽ, മലാപ്പറമ്പ്, പൂളക്കടവ് ഈ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ഉള്ളത്. ഇവിടെ നിന്നുള്ള ആളുകളാണ് ഈ കോഴിക്കോട് തന്നെയുള്ള പ്രൊവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ 113 ആളുകളാണ് ഈ പ്രൊവിഡൻസ് കോളേജിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഇവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ, പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ഈ ക്യാമ്പിലുള്ള ആളുകൾ പറയുന്നത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പിൽ എത്തിയവരാണ്. ആ സമയത്ത് തങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അടിസ്ഥാന സൗകര്യങ്ങളോ അടിസ്ഥാന കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ നനഞ്ഞ ഇട്ട ഡ്രസ്സാല തന്നെ അവിടെ ആ ക്യാമ്പിൽ രാവിലെ വരെ തുടരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരാൾ പറയുന്നത് ഇവിടെ ഈ സമയത്ത് പലർക്കും ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചോറുണ്ടെങ്കിൽ കറിയില്ലാത്ത അവസ്ഥയുണ്ട്, കറി തീർന്നു പോകുന്ന അവസ്ഥയുണ്ട്. ക്യാമ്പിലേക്ക് പലരും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് അവരങ്ങനെ ഭക്ഷണ സമയത്ത് എത്തിയാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അധികൃതർ പറഞ്ഞത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ ക്യാമ്പുകളിൽ കുട്ടികളടക്കം ഉണ്ട്. അവർക്കും കൃത്യമായൊരു ഭക്ഷണങ്ങൾ എത്തിക്കാൻ, അവർക്ക് മാത്രമായി ചില ഭക്ഷണങ്ങൾ എത്തിക്കാനുള്ള സൗകര്യമൊന്നും തന്നെ ആ പ്രൊവിഡൻസ് കോളേജിൽ ഒരുക്കിയ ക്യാമ്പിൽ ഇല്ല എന്നുള്ളതാണ്. ക്യാമ്പിലെത്തിയ ദുരന്തമുഖത്ത് നിന്ന് ജീവൻ കയ്യിൽ പിടിച്ചെത്തിയ ആളുകൾ അതിദയനീയമായി പറയുന്നത്. അവിടെ മെഡിക്കൽ സംവിധാനങ്ങൾ അവിടെയുണ്ട്, പക്ഷെ അപ്പോൾ പോലും ഡോക്ടർമാരില്ല, നഴ്സുമാരാണ് അവിടെ ഉള്ളത്. അവർക്ക് ഈ മെഡിസിൻ അടക്കം എഴുതി കൊടുക്കാനോ പ്രിസ്ക്രൈബ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. അതും മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും വലിയ ഈ ദുരന്തമുഖത്ത് നിന്ന് നിൽക്കുന്ന ആളുകളെ വലിയ സങ്കടമാണ്. അതായത് വീട് മുഴുവൻ വെള്ളം കയറിയ ആളുകളാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ, അതുവരെ സമ്പാദിച്ച സകലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വലിയ സങ്കടത്തോടെ ജീവിക്കുന്ന ആളുകളാണ്. അവരാണ് ഈ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. അവരോടാണ് അധികൃതർ ഈ രീതിയിലുള്ളൊരു അലംഭാവം തുടരുന്നത്. ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. രാഖി, ശരി അനഘ, എന്തായാലും ദുരിതബാധിതരോടാണ് ഈ കൊടും ക്രൂരത എന്നുള്ളതാണ്